കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടെ വിമർശിച്ചു. രമേശ് പിഷാരടെ പറഞ്ഞു അഖിൽ മാരാർ ഇപ്പൊ ഒരു കാര്യം പറയാൻ നമ്മൾ അതിന് മറുപടി ഒന്നും പറയണ്ട. അവന്റെ അടുത്ത് ദേഷ്യപ്പെടണ്ടായിരുന്നു. ആള് 2-3 ദിവസമായിട്ട് അത്ര നോർമലല്ല. 1.5 കൊല്ലം കഴിഞ്ഞു അതേ അഭിപ്രായമാണെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞാൽ മതി. അസാധ്യ തഗ്ഗായി പോയില്ലേ? ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ നട്ടാക്കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. അതൊരു തഗ്ഗൊന്നുമല്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് പുള്ളിക്ക് ഇപ്പം ഭയങ്കര പേടിയായി തുടങ്ങി. കാരണം അവിടെ ചെന്ന് പെട്ടതോടുകൂടി ഒന്നാമത് അവിടെ കോൺഗ്രസിൽ കുറെ പിള്ളേരുകൾ വന്നു. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിന് ഞരങ്ങുക. കുറെ പ്രശ്നങ്ങൾ എനിക്ക് ഈ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം. ഒടുക്കം താൻ തലച്ചോറെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഈ ചകിരിച്ചോറ് കൊലച്ചോറാകും പറഞ്ഞേക്കാം. അല്ലെ അത്രയേറെ ആത്മബന്ധമുള്ള ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്, കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. എന്തൊരു സാക്ഷര കേരളം. അപ്പൊ ഞാൻ പലപ്പോഴും ഇവരുടെയൊക്കെ വേദന കേൾക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ പിഷാരടിക്കെതിരെ പറയാൻ 2 കാരണങ്ങളുണ്ട്. എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയും. ഈ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒരിക്കലും പറയുകയായിരുന്നില്ല. വെറുതെ ആൾക്കാർ കൊണ്ട് പറയിപ്പിക്കാൻ. കോൺഗ്രസ്സുകാരല്ലേ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ അവിടെ മത്സരിക്കേണ്ടത്? രമേശ് പിഷാരടിയോടെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ 2020 വേണ്ടി പ്രവർത്തിച്ചിട്ടല്ലോ അഖിൽ മാരാർ ഇവിടെ കാൻഡിഡേറ്റ് ആയത്. 2020 എനിക്ക് വരെ മറ്റൊരാളുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഉറപ്പായിട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് എനിക്ക് കുഴപ്പമില്ല. അതിൽ ഞാൻ കോൺഗ്രസ് പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടതാ. നേതാക്കന്മാരാൽ സമ്പന്നരാണ് ഇവിടെ എല്ലാം. അവിടെ ഒരു അഖിൽ മാരാരുടെ സ്പേസ് ഇല്ല. 2020 വളരാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. രമേശ് പിഷാരടി പറഞ്ഞതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് അഖിൽ മാരാര് എപ്പോഴും അഭിപ്രായം മാറ്റി ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത് കേട്ടോ. നീ ചോദിച്ചു മനസ്സിലല്ലേ? അല്ല ഞാൻ അങ്ങനെ അത്തരത്തിലുള്ള ഈ ഇപ്പം നിങ്ങളെല്ലാം നിഷ്പക്ഷരാണ്. നമ്മൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അഭിപ്രായം മാറ്റി പറയാൻ പറ്റത്തുള്ളൂ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അതങ്ങനെ വ്യത്യസ്തങ്ങളായിക്കൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഒരു നിഷ്പക്ഷ സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ്. പറക്കുമ്പോ സൂക്ഷിക്കണം, വല്ല കെണിയിലോ വലയിലോ ചെന്ന് കുടുങ്ങും. അങ്ങനെ കുടുങ്ങിയാലും അതിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ഊരിപ്പോരാനുള്ള വിദ്യ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിച്ചതേ അല്ല. അങ്ങനെ ഒരു ചീത്ത ലക്ഷ്യം മനസ്സ് വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല ഈ ചന്തുകുട്ടി. പിഷാരടി എന്താണ് യോഗ്യത, അഖിൽ മാരാരുടെ യോഗ്യത എന്ന അർത്ഥത്തിൽ മാത്രം ഞാൻ പറഞ്ഞു വിട്ടേ. ഒരു കള്ളം സത്യമാക്കാൻ 1000 കള്ളം പറയേണ്ടി വരും എന്ന് പറയുന്നത് എത്ര സത്യ? പിഷാരടി തോൽക്കും എന്ന ഒരു പേടിയിലാണോ ഡീൽ ആരോപണം വരുന്നത്? 100%. സ്തംഭിച്ചു പോയി. ഗോഷ്ടി കാട്ടി ഒരു കോമാളി ഇരുന്ന് അഹങ്കാരത്തോടെ പാടുന്നു. ഈ രാഷ്ട്രീയത്തിൽ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിഹത്യ മറ്റുള്ള കാര്യങ്ങൾ ഇതെല്ലാം അറ്റാക്കൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് തോന്നുന്നത് ഭയത്തിൽ നിന്നാണ്. നമ്മൾക്ക് കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ മറ്റൊരാളെ ശ്രദ്ധിക്കുന്നത്? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഞാനിവിടെ ഉമ്മച്ചേച്ചിയെയോ ഇവിടുത്തെ പുഷ്പദാസിനെയോ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഞാൻ എന്റെ കാര്യം നോക്കി നടക്കുകയാണ്. നിനക്ക് എത്ര തന്തയുണ്ടാ? അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. ഇതേ അഭിപ്രായം ആയിരിക്കും. അപ്പൊ അതിന് നിനക്കിതൊക്കെ പറഞ്ഞ എവിടെ മനസ്സിലാവാൻ? സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ടാ. എല്ലാ കാലത്തും എന്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് മാറാതിരിക്കുകയും ചെയ്യാം. കാര്യം അത് കണ്ടീഷൻ ബേസ് ചെയ്ത് വരും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.